നമസ്കാരം. ഒരിക്കലൊരു നമ്പൂതിരിയും കാര്യസ്ഥനും കൂടി യാത്ര പുറപ്പെട്ടു. ഇല്ലത്തു നിന്നും അധികം നീങ്ങിയില്ല. വഴിയിൽ കിടന്നൊരു പഴത്തൊലിയിൽ ചവിട്ടി നമ്പൂതിരി ദാ കിടക്കുന്നു. വീഴ്ചയിൽ പരിക്കും വേദനയുമായി യാത്ര പിറ്റേന്നത്തേക്ക് മാറ്റിവെച്ചു. പിറ്റേന്ന് വീണ്ടും യാത്ര പുറപ്പെട്ടു. തലേന്നത്തെ അനുഭവം മൂലം ശ്രദ്ധയോടെ വഴിയിൽ നോക്കിയായിരുന്നു യാത്ര. മുൻപ് വീണ സ്ഥലം എത്തിയപ്പോൾ പെട്ടെന്ന് നമ്പൂതിരി ഒറ്റ കരച്ചിലാണ്. അമ്പരന്ന് പോയ കാര്യസ്ഥൻ ചോദിച്ചു, എന്തു പറ്റി തിരുമേനി? അങ്ങ് എന്തിനാണ് കരയുന്നത്? നമ്പൂതിരി ദുഃഖത്തോടെ പറഞ്ഞു, രാമ, താൻ കാണുന്നില്ലേ, ഇന്നലത്തെ പോലെ വീണ്ടും അതാ വഴിയിലൊരു പഴത്തൊലി കിടക്കുന്നു. ഇന്നും നോം ആ പഴത്തൊലിയിൽ ചവിട്ടി വീഴണമെന്നാണോ? ഈ നമ്പൂതിരിയുടെ അവസ്ഥയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ. 12-ാം തീയതി വെള്ളിയാഴ്ച നല്ല നേരം നോക്കി ഹാജരാകാൻ മകൾ വീണയ്ക്ക് ഇ.ഡി ഒരു സമൻസ് അയച്ചു. ദേഹസുഖമില്ലാന്ന് കാട്ടി ഇ.ഡിക്ക് ഒരു അപേക്ഷ കൊടുത്തു. സമയം ചോദിച്ചു. തൽക്കാലം ഇന്നത്തേക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ കരുതിയിരിക്കുമ്പോൾ അതാ പിന്നെയും സമൻസ് വരുന്നു പോലും. അടുത്ത ബുധനാഴ്ച ഹാജരാകാനാണ് ഇനിയും സമൻസ് വരുന്നത്. അന്നും പോകാതിരിക്കാനായി എന്തെങ്കിലും രോഗം വരണമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ആ കുടുംബം. നാലാളറിഞ്ഞാൽ നാണക്കേടില്ലാത്ത ഒരു രോഗം വേണം താനും. വൈറൽ ഫീവർ ആകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അത് ഒരാഴ്ച മാത്രമേ ദേഹത്ത് പിടിച്ചു നിൽക്കൂ. മുൻ മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് കരുതി ഒരു വൈറൽ ഫീവറും അധിക നാൾ ഒരു ശരീരത്തും തങ്ങില്ല. നിപ്പയെന്നോ എബോളയെന്നോ പറഞ്ഞാൽ കൂടിയ ഇനമാണ്. ഈ ഒരു സമൻസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അതൊക്കെ പിടിപെടുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണേ. ഈ വിഷയത്തിൽ ഫലിത സാഹിത്യകാരനും നോവലിസ്റ്റുമായ ജോസ് കുമാർ ഫേസ്ബുക്കിൽ പറഞ്ഞൊരു തമാശയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് പറഞ്ഞ ആളിന് 1 മാസത്തെ സാവകാശം അനുവദിച്ച് വേണം അടുത്ത സമൻസ് അയക്കാൻ. മാസപ്പടി എന്ന വാക്കിൽ തന്നെ മാസത്തിൽ 1 എന്ന അർത്ഥമാണുള്ളത്. ഇന്ന് ചെല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും 1 മാസമെങ്കിലും അവധി കിട്ടുമെന്ന് പാവങ്ങൾ കരുതി കാണണം. അപ്പോഴേക്കും CMRL സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുമെന്നും കരുതി. ഇതിപ്പോൾ വെറും 5 ദിവസത്തെ ഇടവേള മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അന്നും പോകാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി സംസ്ഥാനത്ത് ഒരു വമ്പൻ ഹർത്താൽ അങ്ങ് പ്രഖ്യാപിക്കുക. സന്ദേശം സിനിമയിൽ കുമാരപിള്ള സാർ അണികൾക്ക് ആഹ്വാനം നൽകുന്നത് കേട്ടില്ലേ? നാട് സ്തംഭിക്കണം. എങ്കിൽ പിന്നെ നമുക്ക് ബുധനാഴ്ച ആയാലോ ബന്ധമെന്നായി കോട്ടപ്പള്ളി പ്രഭാകരൻ. നിക്കട്ടെ, അന്ന് എത്രയാ തീയതി? ബുധനാഴ്ച. അയ്യോ, അന്ന് വേണ്ട, അന്ന് എൻ്റെ ഇളയ മകളുടെ കുഞ്ഞിൻ്റെ ചോറൂണാണ് ഗുരുവായൂർ. എങ്കിൽ നമുക്ക് വ്യാഴാഴ്ച ആക്കിയാലോ? മതി, അന്ന് കേരളം സ്തംഭിക്കണം. ഇതിപ്പോൾ രണ്ടാമത്തെ സമൻസും അവഗണിക്കാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. ഒന്നുകിൽ ചത്തതുപോലെ കിടക്കണം, അല്ലെങ്കിൽ കടൽ കടന്ന് നാട് വിടണം. അപ്പോൾ പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീണയുടെ പടം വെച്ച് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. പിടികിട്ടാപ്പുള്ളിയുടെ അച്ഛനാണ് പ്രതിപക്ഷ നേതാവ് എന്നറിഞ്ഞാൽ ലോകം പരിഹസിച്ച് ചിരിക്കും. ഇങ്ങനെ തുടർച്ചയായി വീണ ഹാജരാകുന്നില്ലെങ്കിൽ AKG സെൻറ്റർ ജപ്തി ചെയ്തു കൊണ്ടുപോകണം. ഇതിപ്പോൾ വല്ലാത്തൊരു സന്ദിഗ്ധാവസ്ഥയിലൂടെയാണ് പിണറായി കുടുംബം കടന്നു പോകുന്നത്. റിയാസ് ആണെങ്കിൽ ധവളപത്രത്തെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പോയ പോക്കാണ്. പിന്നെ ആളിനെ പുറത്തേക്കൊന്നും കണ്ടിട്ടില്ല. പണ്ട് നിയമസഭയിൽ പിണറായി വിജയൻ കത്തിജ്വലിച്ചത് വീട്ടിലിരിക്കുന്നവരെ പറ്റി എന്ത് തോന്നിയവാസവും പറയാമോ എന്ന് ചോദിച്ചാണ്. വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയണം. പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്താണോ പറയാനുള്ളത് അത് പറയണം. വെറുതെ വീട്ടിൽ കഴിയുന്ന ആളെ വരെ വിളിച്ച് ആക്ഷേപിക്കുന്ന നെയ്യാണോ എടുക്കേണ്ടത്? എന്താ ഇപ്പോൾ നിവർന്നു നിന്ന് ചോദിക്കാത്തത്? വീട്ടിലിരിക്കുന്നവർക്ക് മാസത്തിൽ 2 സമൻസ് ഒക്കെ അയക്കാമെന്ന നിലയിലെത്തിയോ ED? ബുധനാഴ്ച വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലായിരിക്കും ED. അതിനു മുമ്പ് വല്ല നിലവിളി ശബ്ദവും ഇട്ട് ഒരു ആംബുലൻസ് കൊണ്ടുവന്ന് അതിൽ കയറ്റി കണ്ണൂരേക്ക് കൊണ്ടുപോകണം മകളെ. അവിടെ ഏതെങ്കിലും പാർട്ടി ഗ്രാമത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വയ്ക്കണം. ഭരണം കയ്യിലുണ്ടായിരുന്നെങ്കിൽ വീണമോൾക്ക് നിപ്പയോ എബോളയോ വല്ലതുമാണെന്ന് പറഞ്ഞ് ഐസൊലേഷനിൽ കിടത്താമായിരുന്നു. ഇതിപ്പോൾ അതിനും പറ്റാത്ത അവസ്ഥയാണ്. 2 കമ്പനികൾ തമ്മിലുള്ള എത്രയും സുതാര്യമായ ഒരു ഇടപാടിന് ഇതിനും മാത്രം അവധിയെടുക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് കമ്പനി തുടങ്ങാൻ പോയ ഒരു മകൾക്കും ഇതുപോലൊരു ഗതികേട് ഉണ്ടായിട്ടില്ല. അവരാരും കോടീശ്വരിമാർ ആയിട്ടുമില്ല. വീണയുടെ കമ്പനി CMRLന് എന്തൊക്കെ സേവനങ്ങൾ നൽകിയെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അന്തങ്ങൾ കിടന്ന് മലക്കം മറിയുകയാണ്. വീണമോളെ ഇനി ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ നിന്നും ED സംഘം വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പോലും ഒരൊറ്റ നേതാവോ അനുയായികളോ തിരിഞ്ഞു നോക്കുകയുമില്ല. അകത്ത് കിടക്കുന്നവന്മാർ പുറത്തിറങ്ങാൻ കയ്യും കാലുമിട്ട് അടിക്കുകയാണ്. അന്ന് നടുറോഡിലിരുന്ന് മൂട് തിരങ്ങിയ ഗോവിന്ദനും കടകംപള്ളിയും ശിവൻകുട്ടിയും ജോയിയും മേറൂട്ടിയും കെട്ടിയോനുമൊന്നും ഇനി വന്ന് തടസ്സം പിടിക്കുമെന്ന് തോന്നുന്നില്ല. അടുത്ത ബുധനാഴ്ച വീണമോൾ വരുന്നതും കാത്ത് കൊച്ചിയിലെ ED ഓഫീസിന് മുമ്പിൽ
പുലർവട്ടം വീഴുന്നതിന് മുമ്പ് മാധ്യമ സംഘം നിരക്കണം. അവരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ ഓഫീസിനുള്ളിൽ കയറിപ്പറ്റും? മുൻപ് KT ജലീൽ സാഹിബ് പുലർച്ചെ തന്നെ എത്തി കാത്തിരിക്കുകയായിരുന്നു. വേണമെങ്കിൽ DYFIക്കാർക്ക് ഇറങ്ങി മാധ്യമപ്രവർത്തകരെ തല്ലി ഓടിക്കാൻ കഴിഞ്ഞേക്കും. അപ്പോഴും പഴയ സംരക്ഷണമൊന്നും കിട്ടണമെന്നില്ല. പോലീസ് കുണ്ടി നോക്കി നല്ല ചൂരൽ കൊണ്ട് ഭസ്മക്കുറി ഇട്ട് വിടും. ഗന്ധർവശാപവും യക്ഷിയുടെ ശാപവും എല്ലാം കൂടി ഒന്നിച്ചു വന്ന സൂര്യകാലടി പട്ടതിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. ചക്രശ്വാസം വലിക്കുകയാണ് കിടന്ന്. ഏതൊക്കെ ദൈവങ്ങളുടെ ശാപമുണ്ട്, എത്രയോ മനുഷ്യരുടെ പ്രാക്കുണ്ട്. കഴിഞ്ഞ ഓണക്കാലം ഓർക്കുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന ആശാവർക്കർമാർ തെരുവോരത്തിരുന്ന് ഭക്ഷണം കഴിച്ച് ശപിച്ച ആ വാക്കുകൾ. അധികാരത്തിൻ്റെ ബലത്തിൽ എത്രയൊക്കെ കണ്ടവനെ കബളിപ്പിച്ച് സമ്പാദിച്ചു കൂട്ടിയാലും എരപ്പൻ്റെ മുതൽ ഉറുമ്പരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? വിയർപ്പിൻ്റെ അസുഖമുള്ള മകൾ മേലനങ്ങാതെ സമ്പാദിച്ചതൊക്കെ ED കൊണ്ടുപോകുന്ന അവസ്ഥയായി.